മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന് 46 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ ഈശോനാഥൻ ജെറീക്കോ വിട്ടുപോരുമ്പോൾ വഴിയിലിരിക്കുന്ന ഒരു അന്ധയാചകൻ ഈശോയാണ് ആ വഴിയെ വരുന്നതെന്ന് കേട്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കർത്താവേ, എനിക്ക് സൗഖ്യം നൽകണമേ, എന്നെ രക്ഷിക്കണമേ എന്ന്. അവനോട് മിണ്ടാതിരിക്കാൻ മറ്റുള്ളവർ ആവശ്യമുണ്ട്, പക്ഷെ അവൻ ഉച്ചത്തിൽ നിലവിളിക്കുക, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന്. ഈശോ അവനെ കണ്ട് അവനെ തന്റെ അരികിലേക്ക് അയക്കുക എന്ന് പറയുമ്പോൾ ജനം പറയുന്നുണ്ട്, നിന്നെ അവൻ വിളിക്കുന്നു. അവൻ ഉടനെ തന്നെ പുറംകുപ്പായം വലിച്ചെറിഞ്ഞിട്ട് ഈശോയുടെ അരികിലേക്ക് ഓടിയെന്നാ പറയുക. ഈശോയുടെ അരികിലെത്താനായിട്ട് അവന്റെ കാഴ്ചക്കുറവൊന്നും ഒരു തടസ്സമായിരുന്നില്ല. തടസ്സമായിരുന്നതിനെ അവൻ വലിച്ചെറിയുകയാണ് പുറംകുപ്പായം. ആ പുറംകുപ്പായം കൊണ്ട് അവന് ഈശോയുടെ അരികിലേക്ക് ചെല്ലാനായിട്ട് സാധിച്ചില്ല. അവന്റെ ശാരീരികമായിട്ടുള്ള കുറവുകളൊന്നും ഈശോയുടെ അരികിലെത്താനൊരു തടസ്സമായിരുന്നില്ല. പക്ഷെ അവനെ പൊതിഞ്ഞു വെച്ചിരുന്ന പുറംകുപ്പായം അതൊരു തടസ്സമായിരുന്നു. അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് ഈശോയുടെ അരികിലെത്താനായിട്ട് സാധിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൽ നിന്ന് സൗഖ്യവും കർത്താവിൽ നിന്ന് അനുഗ്രഹവും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ പുറംകുപ്പായങ്ങൾ വലിച്ചെറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ചില സംരക്ഷണ കവചമായിട്ട് ഈ ലോകത്തിൽ നിന്ന് സ്വീകരിച്ച് നമ്മൾ ഓരോരുത്തരും വെച്ചിരിക്കുന്ന ചില പുറംകുപ്പായങ്ങളുണ്ട്. ഇതിനെ വലിച്ചെറിയാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാലേ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ അന്ധയാചകൻ പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് ഈശോയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈശോവിന് സൗഖ്യം കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം വേണോ? നിന്റെ ജീവിതത്തിൽ കൃപ ലഭിക്കണോ? നിന്റെ വഴികളിൽ കർത്താവിന്റെ കൃപകൾ ഒഴുകണോ? നീ നിന്റെ പുറംകുപ്പായം വലിച്ചെറിയാനായിട്ട് സാധിക്കണം. നിന്റെ പുറംകുപ്പായം അത് ഈ ലോകത്തിൽ നിന്ന് നിന്നിലേക്ക് കടന്നു വരുന്നതൊക്കെയാണ്. നിന്റെ പാപ അവസ്ഥകളായിരിക്കാം. ദൈവത്തെക്കാൾ ഉപരി നീ ലോകത്തെ സ്നേഹിക്കുന്നതായിരിക്കാം. ദൈവത്തെക്കാൾ നീ ലോകത്തെ ആശ്രയിക്കുന്നതായിരിക്കാം. നീ ആശ്രയിക്കുന്ന ഈ ലോകം നിനക്ക് സംരക്ഷണം തരില്ല. നീ ആശ്രയിക്കുന്ന ഈ ലോകത്തെ വലിച്ചെറിഞ്ഞ് കർത്താവിന്റെ സംരക്ഷണത്തിലേക്ക് കടന്നു വരാനായിട്ടും കർത്താവിനെ ആശ്രയിക്കാനായിട്ടും നിനക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നിന്റെ പുറംകുപ്പായം ഏതാ? ലോകത്തോടുള്ള അമിതമായ ആശ്രയത്വമാണോ? ഈ ലോകത്തിലുള്ള പാപാവസ്ഥകളാണോ? അതിനെ നീ മാറ്റിവെക്കുക. വിശുദ്ധി നേടിയെടുക്കുക. ഈശോയിൽ നീ ആശ്രയിക്കുക. ലോകത്തിലുള്ള മനുഷ്യനെ ആശ്രയിക്കാൻ നിർത്തുക. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. കർത്താവെ, ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. കർത്താവെ, ഇന്നത്തെ ഇവരുടെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കണം. ഇവരുടെ വഴികളിൽ അങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഇവരെ പരിപാലിക്കണമേ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ അന്ധകാരത്തിന്റെ കെട്ടുകളും പൈശാചിക ശക്തികളും ദുരാത്മശക്തികളും ഇവരിൽ നിന്ന് നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികൾ വിട്ടുപോട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.